നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃത പദമായ ക്ഷേത്ര എന്ന വാക്കിൽ നിന്നാണ് ക്ഷേത്രം എന്ന പദം ഉണ്ടായത്. സംസ്കൃത പദമായ ക്ഷേത്ര എന്ന വാക്കിൽ നിന്നാണ് ക്ഷേത്രം എന്ന പദം ഉണ്ടായത്. ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ക്ഷേത്ര, സംസ്കൃത പദമായ ക്ഷേത്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ക്ഷേത്രം എന്ന പദം ഉണ്ടായത്. ക്ഷേത്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ക്ഷേത്രം എന്ന പദം ഉണ്ടായത്. ക്ഷേയാത് ത്രായതേ ഇതി ക്ഷേത്ര. എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ? ക്ഷേയാത് ത്രായതേ ഇതി ക്ഷേത്ര, നാശത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ഷേത്ര എന്ന വാക്ക് സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നർത്ഥം. ക്ഷേത്രത്തിന്റെ ഡെഫിനിഷൻ സംസ്കൃതത്തിൽ എന്താണെന്ന് നോക്കുകയെ? ക്ഷേയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ്. നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് പുറമതിൽ, ഗോപുരം, ആനക്കൊട്ടിൽ, പ്രദക്ഷിണ വഴി, ധ്വജമണ്ഡപം, ബലിക്കപ്പുര, നാലമ്പലം, മണ്ഡപം, സോപാനം, ഗർഭഗൃഹം എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പുറമതിലുണ്ടാവാം, അത് കഴിഞ്ഞ് ഗോപുരം, പിന്നീട് എന്താണ്? ആനക്കൊട്ടിൽ, പ്രദക്ഷിണ വഴി, ധ്വജമണ്ഡപം, ബലിക്കപ്പുര, നാലമ്പലം, മണ്ഡപം, സോപാനം, ഗർഭഗൃഹം. ഇത്രയുമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് ക്ഷേത്ര വിഗ്രഹങ്ങൾ. എന്തൊക്കെയാണ്? മൂർത്തി, വിഗ്രഹം, ബിംബം, പ്രകൃതി, പ്രതിരൂപം, ശില്പം, ലിംഗം. ഇത്രയുമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഭാഗങ്ങൾ. മൂർത്തിയുടെ രൂപത്തിൽ നമ്മൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാം, അല്ലെങ്കിൽ വിഗ്രഹ രൂപത്തിൽ നമുക്ക് ആരാധിക്കാം, അല്ലെങ്കിൽ ബിംബങ്ങളായിട്ട് നമുക്ക് ആരാധിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പ്രകൃതിയെ ആരാധിക്കാം. അതും ക്ഷേത്രത്തിലെ പ്രകൃതിയുടെ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പ്രതിരൂപങ്ങൾ, ഏതെങ്കിലും വ്യക്തികളുടെ പ്രതിരൂപങ്ങളായിട്ട് നമുക്ക് എന്താണ്? ക്ഷേത്ര വിഗ്രഹങ്ങളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയും. പിന്നീടാണ് ശില്പം വരുന്നത്. അടുത്തതാണ് ലിംഗം. ഇപ്പൊ അറിയാമല്ലോ, ശിവക്ഷേത്രത്തിലെ ശിവലിംഗങ്ങളാണ്. അങ്ങനെ ഓരോ വിഗ്രഹങ്ങളായിട്ട്, ഈ പറയുന്നത് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് വിഗ്രഹങ്ങളായിട്ട് നമുക്ക് ആരാധിക്കാം. വിഗ്രഹം മീൻസ് നമുക്ക് ഓരോ ഭാവത്തിലും രൂപത്തിലും നമുക്ക് ആരാധിക്കാൻ കഴിയും. എന്തൊക്കെയാണ്? ഒന്ന് മൂർത്തിയാണ്, രണ്ടാമത് വിഗ്രഹങ്ങളായിട്ട്, പിന്നെ ബിംബം, പ്രകൃതി, പ്രതിരൂപം, ശില്പം, ലിംഗമായിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത വിഗ്രഹങ്ങൾ 3 വിധം. അപ്പൊ അതിൽ തന്നെ വിഗ്രഹങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണമായിട്ടാണ്. സ്വാത്വികം, അതേപോലെ യോഗമുദ്രയും വരദാഭയ മുദ്രയും ധരിച്ച് നിവർന്നു കാണുന്നവ. ഈ സ്വാത്വികം, യോഗമുദ്ര, വരദാഭയ മുദ്ര ഇവ ധരിച്ച് നിവർന്നു നിൽക്കുന്നവയെ രൂപത്തിൽ കാണാൻ കഴിയും. അടുത്ത രാജസം, നാനാ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് വരദാഭയമായ മുദ്രയും ധരിച്ച് വാഹനങ്ങളിൽ ഇരിക്കുന്നവയാണ് എന്തേ? രാജസം എന്ന് പറയുന്നത്. ഇവിടെ സ്വാത്വികം എന്ന് പറഞ്ഞാൽ ഒരു ഭാവമാണ് കേട്ടോ. സ്വാത്വികം, രാജസം, തമസം എന്നിങ്ങനെ 3 വിധത്തിലാണ് വിഗ്രഹങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ സ്വാത്വിക രൂപം എന്ന് പറയുന്നത് യോഗമുദ്രയും വരദാഭയ മുദ്രയും ധരിച്ച് നീണ്ടു നിവർന്ന് കാണുന്നവയാണ് സ്വാത്വിക ഭാവത്തിൽ കാണപ്പെടുന്നവ. അപ്പൊ സ്വാത്വിക ഭാവത്തിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ യോഗമുദ്ര ഉണ്ടാവാം, വരദാഭയ മുദ്രയും ധരിച്ചിട്ട് നീണ്ടു നിവർന്ന് നിൽക്കുന്നവയായിരിക്കും സാധ്യ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് രാജസം. നാനാതരത്തിലുള്ള ആഭരണങ്ങളും ധരിച്ച് വരദാമയമായ മുദ്രയും ധരിച്ച് വാഹനങ്ങൾ ഇരിക്കുന്നവയാണ്. അപ്പൊ രാജസം, രാജകീയമായ രീതിയിൽ ഇരിക്കുന്നവയായിരിക്കും രാജസ ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ച്, പിന്നീട് എന്താണ്? വരദാഭയമായ മുദ്രയും ധരിച്ച്, പിന്നെ വാഹനങ്ങൾ ഇരിക്കുന്നവയായിരിക്കും രാജസ ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത തമസം, ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹമാണ് തമസ് രൂപത്തിൽ കാണപ്പെടുന്നവ എങ്ങനെയുള്ളതാണ്? ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളാണ്. അപ്പം വിഗ്രഹങ്ങൾ 3 വിധത്തിലാണ്. ഏതൊക്കെയാണ്? സ്വാത്വികം, രാജസം, തമസം. അപ്പൊ തമസ് രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ആയുധമേന്തി നിൽക്കുന്നവയാണ് വിഗ്രഹങ്ങളാണ്.
ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങൾ ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ രാജസമാണ്. നാനാതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് രാജകീയമായ രീതിയിൽ ഉള്ള വിഗ്രഹങ്ങൾ ഏതാണ്? രാജസമാണ്. യോഗമുദ്രയും വരദാഭയമുദ്രയും ധരിച്ചു നിൽക്കുന്നവ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ എന്താണ്? സ്വാത്വികം. അപ്പൊ 3 തരത്തിലുള്ളതാണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സ്വാത്വികം, രാജസം, അതേപോലെ തമസ്. തമസം, രാജസം, സ്വാത്വികം എന്നിങ്ങനെ 3 തരത്തിലാണ് വിഗ്രഹങ്ങൾ കാണാൻ വരുന്നത്. 3 രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ഈ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാവുന്നവയെ ചലയെന്നും പീഠത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളവയെ സ്ഥിര വിഗ്രഹങ്ങൾ എന്നും പറയുന്നു. അപ്പൊ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാവുന്നവയെ ചല വിഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ചലമെന്നും സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളവയെ സ്ഥിര വിഗ്രഹങ്ങൾ എന്നും പറയുന്നു. അപ്പൊ എടുത്തു മാറ്റാൻ വരുന്ന വിഗ്രഹങ്ങളുണ്ട്, അവയെ ചല വിഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥിരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥിര വിഗ്രഹങ്ങൾ നമുക്ക് മിക്കവാറും നമ്മുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സ്ഥിര വിഗ്രഹങ്ങളാണ്. അവ എടുത്തു മാറ്റിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള വിഗ്രഹങ്ങൾ റയറായിട്ട് മാത്രമേ കാണാറുള്ളൂ. എടുത്തു മാറ്റാൻ പറ്റുന്നത് ചല എന്നറിയപ്പെടുന്നു. സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ളവയെ സ്ഥിര വിഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നു. സ്ഥിര വിഗ്രഹങ്ങൾ 3 തരമാണുള്ളത്. അപ്പൊ സ്ഥിര വിഗ്രഹങ്ങളെ വീണ്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു. സ്ഥാനകം, ആസനം, ശയനം. നിൽക്കുന്നവ, ഇരിക്കുന്നവ, കിടക്കുന്നവ. ഇങ്ങനെയാണ് സ്ഥിരമായി നിൽക്കുന്ന വിഗ്രഹങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനകം മീൻസ് നിൽക്കുന്നവയെ എന്ന അർത്ഥമാണ്. ആസനം ഇരിക്കുന്നവ, ശയനം കിടക്കുന്നവ. ഇങ്ങനെ 3 തരത്തിലുള്ള വിഗ്രഹങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം സ്ഥാനകവും ആസനവും നമുക്ക് നമ്മുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ, മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നുകിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്ന ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലും ഇരിക്കുന്ന വിഗ്രഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിൽക്കുന്ന ദേവീ രൂപങ്ങളുണ്ട്. നിൽക്കുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ കൂടുതലും കാണാൻ പറ്റുന്നത്. പിന്നെ കിടക്കുന്നത്, ശയനം. നമുക്ക് എളുപ്പം നമുക്ക് ഓർമ്മ വരുന്നതും എളുപ്പം നമുക്ക് പഠിക്കാനുള്ളതുമായിട്ടുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ കിടക്കുന്ന വിഗ്രഹം ഏതായിരിക്കാം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അനന്തശയനം. ഏതായിരിക്കും? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹരൂപം എന്താണ്? അനന്തശയനമായിട്ടാണ്. അപ്പൊ നമുക്കത് എളുപ്പം ഓർക്കുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശയന വിഗ്രഹത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ശയന രൂപത്തിലാണ്. അപ്പം സ്ഥിര വിഗ്രഹങ്ങളാണ് 3 തരത്തിലുള്ളത്. ഏതൊക്കെയാണ്? സ്ഥാനകം, ആസനം, ശയനം എന്നിവ. ക്ഷേത്ര സങ്കല്പം. എന്താണ് ക്ഷേത്ര സങ്കല്പം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിച്ചാൽ, ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിച്ചാൽ ഗർഭഗൃഹം ദേവന്റെ ശിരസായും അകത്ത് പ്രദക്ഷിണ വഴി മുഖമായും മുഖമണ്ഡപം കഴുത്തായും 4 അമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷി വയറായും പുറമതിൽ മുട്ടുകളായും കണങ്കാലുകളായും ഗോപുരം പാദങ്ങളായും സങ്കല്പിക്കുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പരീക്ഷകൾക്കൊക്കെ കണ്ടുവരുന്ന ഭാഗമാണ്. ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിക്കുക. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദേവനാണെന്ന് സങ്കല്പിക്കുക. അതിൽ സങ്കല്പിച്ചാൽ ഗർഭഗൃഹം ദേവന്റെ ശിരസ്സാണ്. ഗർഭഗൃഹം എന്താണ്? ശിരസ് ആയി കാണുന്നു. ഗർഭഗൃഹമാണ് ശിരസ്. അകത്തെ പ്രദക്ഷിണ വഴി. അപ്പം ഗർഭഗൃഹം എന്ന് പറയുമ്പോൾ അകത്തമ്മ പ്രതിഷ്ഠയിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ്, അതായത് ആ ശ്രീകോവിലിന്റെ ആ ഒരു ഭാഗം ഗർഭഗൃഹം. ആ ഒരു ഭാഗത്തെ ദേവന്റെ ശിരസ്സായി. അപ്പൊ ഞാൻ ശ്രീകോവിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്. ആ ദേവന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന ആ ഒരു ഭാഗം മുഴുവനുമാണ് ഗർഭഗൃഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഗർഭഗൃഹം എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടാവാതിരിക്കാനും ഒന്നും കൂടി എടുത്തു പറഞ്ഞത്. അതെന്താണ്? ദേവന്റെ ശിരസ്സായി സങ്കല്പിക്കുന്നു. പ്രദക്ഷിണ വഴി മുഖമായിട്ട് കാണുന്നു. അകത്ത് കയറി നമ്മൾ പ്രദക്ഷിണം ചെയ്യുമല്ലോ, അതെന്താണ്? മുഖമായിട്ടും. മുഖമണ്ഡപം കഴുത്തായിട്ടും. മുഖമണ്ഡപം എന്താണ്? കഴുത്തായിട്ടും. 4 അമ്പലം കൈകളായിട്ടും. പുറത്തെ പ്രദക്ഷിണ വഴി എന്തായിട്ട്? കുക്ഷി വയറായിട്ടും പുറമതിൽ മുട്ടുകളായും കണങ്കാലുകളായും ഗോപുരം പാദങ്ങളായും സങ്കല്പിക്കുന്നു. അപ്പം ദേവനായിട്ട് സങ്കല്പിച്ചാൽ ഗർഭഗൃഹം എന്താണ്? ദേവന്റെ ശിരസ്. അപ്പൊ ദേവന്റെ ശിരസ് എന്തിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ എന്താണ്? ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം ദേവനായി സങ്കല്പിച്ചാൽ ഗർഭഗൃഹമായിട്ട് ദേവന്റെ ശിരസിനെ സങ്കല്പിച്ചിരിക്കുന്നു. പ്രദക്ഷിണ വഴി എന്തായി സങ്കല്പിച്ചിരിക്കുന്നു? മുഖമണ്ഡപമായി സങ്കല്പിച്ചിരിക്കുന്നു. പിന്നെ പ്രദക്ഷിണ വഴി മുഖമായും മുഖമണ്ഡപം കഴുത്തായിട്ട്. ഒന്നും കൂടി പറയാം. ഗർഭഗൃഹം ദേവന്റെ ശിരസ്,
പ്രദക്ഷിണ വഴി മുഖമായും മുഖമണ്ഡപം കഴുത്തായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷി വയറായിട്ടും പുറമതിൽ മുട്ടുകളായും കണങ്കാലുകളായും. അപ്പൊ പുറത്തെ മതിൽ എന്താണ്? പുറമതിൽ മുട്ടുകളായും കണങ്കാലുകളായും സാമ്യപ്പെടുത്തിയിരിക്കുന്ന എന്തായിട്ടാണ്? പുറമതിലിനെയാണ്. ഗോപുരം പാദങ്ങളായും സങ്കല്പിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതിനാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഒരു മഹാക്ഷേത്രത്തിലെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പൂജകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മഹാക്ഷേത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട പൂജകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഉഷപൂജ പ്രഭാത കാലത്ത് നടത്തുന്ന പൂജ, അതായത് രാവിലെ അഭിഷേകത്തിന് ശേഷമുള്ള പൂജയാണ്. ഉഷപൂജ എന്ന് പറഞ്ഞാൽ എപ്പോൾ നടക്കുന്നതാണെന്ന് ചോദിച്ചാൽ പ്രഭാത കാലത്ത് രാവിലെ നടത്തുന്നു. അതെന്താണ്? അഭിഷേകത്തിന് ശേഷമുള്ള പൂജയാണ് എന്തേ? ഉഷപൂജ എന്ന് പറയുന്നത്. ഉഷപൂജ എന്ന് പറഞ്ഞാൽ പ്രഭാത കാലത്ത് അഭിഷേകത്തിന് ശേഷമുള്ള പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. എതിർത്ത പൂജ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജ. അപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നടത്തുന്ന പൂജ എന്ത് പറയുന്നു? എതിർത്ത പൂജ എന്ന് പറയുന്നു. ഉഷപൂജ എപ്പോഴാണ്? പ്രഭാത കാലത്ത് അഭിഷേകത്തിന് ശേഷം നടത്തുന്ന പൂജയാണ് ഉഷപൂജ. എതിർത്ത പൂജ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജയാണ് എന്തേ? എതിർത്ത പൂജ എന്ന് പറയുന്നത്. പന്തീരടി പൂജ നമ്മുടെ നിഴൽ 10 ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജയാണ് എന്തേ? പന്തീരടി പൂജ. പന്തീരടി പൂജ എന്ന് പറഞ്ഞാൽ നിഴൽ 10 അടി എത്തുമ്പോൾ, സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മുടെ നിഴൽ കാണാൻ പറ്റുന്ന സമയമാകുന്ന സമയത്ത് 10 ചുവടെത്തുമ്പോൾ, നമ്മുടെ നിഴൽ 10 ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജയാണ് എന്തേ? പന്തീരടി പൂജ എന്ന് പറയുന്നത്. ഉച്ചപൂജ 11 മണിക്കും 12 മണിക്കും മധ്യേ നടത്തുന്ന പൂജയാണ് ഉച്ചപൂജ എന്ന് പറയുന്നത്. ഉച്ച സമയത്ത് നടത്തുന്ന പൂജയാണ് 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് നടത്തുന്ന പൂജയാണ് ഉച്ചപൂജ എന്ന് പറയുന്നത്. അത്താഴ പൂജ രാത്രി 8 മണിക്ക് നടത്തേണ്ട പൂജ, അതായത് രാത്രി സമയത്ത് എപ്പോഴാണോ ശ്രീകോവിൽ നട അടയ്ക്കുന്ന ഒരു സമയമുണ്ട്. രാത്രി 8 മണി എന്നുള്ളത് ചിലപ്പോൾ അതിന് മുൻപ് അടയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ചിലപ്പോൾ 8 മണിക്ക് ശേഷം, മാക്സിമം സമയം 8 മണിയാണ്. ചില സാഹചര്യങ്ങളിൽ ഉത്സവ പൂജകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എപ്പോഴാണോ രാത്രി ക്ഷേത്രം അടയ്ക്കുന്ന സമയം, ആ സമയത്തേക്കാണ് അത്താഴ പൂജ നടത്തുന്നത്. അപ്പം 7 മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും, ആ ക്ഷേത്ര പ്രാധാന്യത്തിനനുസരിച്ച് ഏത് സമയം വേണമെങ്കിലും അത്താഴ പൂജ നടത്താം. അപ്പം 7 മണിക്ക് ശേഷം, അത് നമ്മൾ സമയം കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് 8 മണി എന്നാണ് കേട്ടോ. അത് നോക്കുക. അത്താഴ പൂജ രാത്രിയിൽ നടത്തുന്ന പൂജയാണ് അത്താഴ പൂജ എന്ന് പറയുന്നത്. ഉഷപൂജ എപ്പോൾ നടക്കുന്നു? പ്രഭാത കാലത്ത് നടത്തുന്ന പൂജയാണ് പ്രഭാത പൂജ. രാവിലത്തെ അഭിഷേകത്തിന് ശേഷമുള്ള പൂജ ഏതെന്ന് ചോദിച്ചാൽ ഉഷപൂജയാണ്. അടുത്ത എതിർത്ത പൂജ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നടത്തുന്ന പൂജയാണ് എതിർത്ത പൂജ. പന്തീരടി പൂജ നമ്മുടെ നിഴൽ 10 ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജയാണ്. ഉച്ചപൂജ 11 മണിക്കും 12 മണിക്കും ഇടയിൽ നടത്തുന്ന പൂജയാണ് ഉച്ചപൂജ എന്ന് പറയുന്നത്. അത്താഴ പൂജ രാത്രി 8 മണിക്ക് നടത്തേണ്ട പൂജയാണ് അത്താഴ പൂജ. അത്താഴ സമയത്ത് നടത്തുന്ന പൂജയാണ് അത്താഴ പൂജ. അത് രാത്രി എത്ര മണിക്കാണ്? 8 മണിക്കാണ് അത്താഴ പൂജ നടത്തുന്നത്. ഒരു നേരം പൂജയുള്ള ക്ഷേത്രം പെറ്റി ദേവസ്വം എന്നറിയപ്പെടുന്നു. ഒരു നേരം പൂജയുള്ള ക്ഷേത്രം എന്താണ്? പെറ്റി ദേവസ്വം എന്നും, ദിവസം 2 നേരം പൂജയുള്ള ക്ഷേത്രങ്ങൾ മൈനർ ക്ഷേത്രങ്ങൾ എന്നും പറയപ്പെടുന്നു. പൂജകൾ ഉഷപൂജ, അത്താഴ പൂജ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ ഒരു നേരം പൂജയുള്ള ക്ഷേത്രങ്ങൾ എന്ത് പറയുന്നു? പെറ്റി ദേവസ്വം എന്നും, ദിവസം 2 നേരം പൂജയുള്ള ക്ഷേത്രങ്ങളെ മൈനർ ക്ഷേത്രങ്ങൾ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വീക്ക് ചെണ്ട. ശ്രീബലി സമയത്ത് വീക്ക് ചെണ്ട പൂജ ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? ശ്രീബലി സമയത്താണ്. അപ്പൊ വീക്ക് ചെണ്ട ഏത് സമയത്ത് നടത്തുന്നു? ശ്രീബലി സമയത്ത്. മദ്ദളം പ്രസന്ന പൂജയ്ക്ക്. തിമില പഞ്ചവാദ്യത്തിന്റെ കൂടെ നവക പൂജയ്ക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തിമില എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പഞ്ചവാദ്യ സമയത്താണ് എന്തുപയോഗിക്കുന്നത്? തിമില ഉപയോഗിക്കുന്നത്. ശംഖ് പള്ളി ഉണർത്തുന്ന, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പള്ളി ഉണർത്തലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശംഖ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം. വീക്ക് ചെണ്ട ശ്രീബലി സമയത്ത്, മദ്ദളം പ്രസന്ന പൂജയ്ക്ക്, തിമില പഞ്ചവാദ്യത്തിന്റെ കൂടെ, ശംഖ് പള്ളി ഉണർത്തലിന് നിവേദ്യ പൂജയ്ക്ക്. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ് അല്ല കേട്ടോ, അതിന്റെ കൂടെ ഉള്ളതാണ്. പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്ക് സമയത്തുമാണ് എന്തുപയോഗിക്കുന്നത്? ശംഖ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഒന്നുകൂടി പറയാം. വീക്ക് ചെണ്ട ശ്രീബലി സമയത്ത്,
മദ്ദളം പ്രസന്ന പൂജയ്ക്ക്, തിമില പഞ്ചവാദ്യത്തിന്റെ കൂടെ അതുപോലെ നവക പൂജയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ശംഖ് പള്ളിയുണർത്തലിനും നിവേദ്യ പൂജയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. ചേങ്കില അഭിഷേക സമയത്ത്. അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതെന്ന് ചോദിച്ചാൽ ചേങ്കിലയാണ്. ഇലത്താളം പഞ്ചവാദ്യത്തിന്റെ കൂടെ. അപ്പൊ ഇലത്താളവും എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നു? പഞ്ചവാദ്യത്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പഞ്ചവാദ്യത്തിന്റെ കൂടെ തിമില ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലത്താളവും എന്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? പഞ്ചവാദ്യത്തിന്റെ കൂടെ. അപ്പൊ ഇലത്താളവും തിമിലയും ഏതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? പഞ്ചവാദ്യത്തിന്റെ കൂടെയാണ്. ഉരുട്ട് ചെണ്ട കളഭം ആടുന്ന സമയത്താണ് എന്തുപയോഗിക്കുന്നത്? ഉരുട്ട് ചെണ്ട ഉപയോഗിക്കുന്നത്. കളഭം ആടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചെണ്ട ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉരുട്ട് ചെണ്ടയാണ്. ഇടയ്ക്ക പഞ്ചവാദ്യത്തിന്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞത്? തിമില, ഇലത്താളം, ഇടയ്ക്ക എന്നിവയാണ് എന്തുപയോഗിക്കുന്നത്? പഞ്ചവാദ്യത്തിനെ ഉപയോഗിക്കുന്നത്. മരപ്പാണി എന്നാണ് കേട്ടോ. ഉത്സവ ബലിക്ക് മരപ്പാണി എന്തിനുപയോഗിക്കുന്നത്? ഉത്സവ ബലിക്ക് ഉപയോഗിക്കുന്നതാണ്. പഞ്ചവാദ്യം ഏതൊക്കെ നോക്കാം? തിമില, ഇടയ്ക്ക, ചേങ്കില, ശംഖ്, കൊമ്പ്, ചെണ്ട. ഇതാണ് 5 വാദ്യങ്ങൾ എന്ന് പറയുന്നത്. 1 2 3 4 5 6 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പഞ്ചവാദ്യങ്ങൾ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില തിമില, ഇടയ്ക്ക, ശംഖ്, ചേങ്ങില, ചെണ്ട, തിമില, ഇടയ്ക്ക, ചേങ്ങില, ശംഖ്. അപ്പൊ കൊമ്പ് എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കേട്ടോ. അത് വേണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. പഞ്ചവാദ്യ സമയത്ത് ഉപയോഗിക്കുന്നതിൽ കൊമ്പ്. 5 വാദ്യങ്ങളാണല്ലോ പഞ്ചവാദ്യം എന്ന് പറയുന്നത്. അപ്പൊ തിമില, ഇടയ്ക്ക, ചേങ്ങില, ശംഖ്, ചെണ്ട, പിന്നീടാണ് കൊമ്പ് വരുന്നത്. കൊമ്പ് അതിന്റെ കൂടുതൽ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് കൊമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ 5 വാദ്യങ്ങളാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. തിമില, ഇടയ്ക്ക, ചേങ്കില, ശംഖ്, ചെണ്ടയാണ് പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം. ചേങ്കില എന്താണ്? അഭിഷേക സമയത്ത് ഉപയോഗിക്കുന്നു. ഇലത്താളം പഞ്ചവാദ്യത്തിന്റെ കൂടെ. ഉരുട്ട് ചെണ്ട കളഭമാടുന്ന സമയത്ത്. ഇടയ്ക്ക പഞ്ചവാദ്യത്തിന്. അപ്പൊ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, പഞ്ചവാദ്യ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ വാദ്യം ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത്. പഞ്ചവാദ്യങ്ങൾ 5 ഒന്നാണ് ഇടയ്ക്ക എന്ന് പറയുന്നത്. മരപ്പാണി ഉത്സവ ബലിക്ക് ഉപയോഗിക്കുന്നതാണ്. ഒരാണ്ടിൽ ഒന്നിലധികം ഉത്സവമുള്ള ക്ഷേത്രങ്ങളാണ് ഹരിപ്പാടും തിരുനക്കരയും. ഇപ്പോൾ ഒരു വർഷം ഒന്നിലധികം രണ്ടോ ക്ഷേത്ര ഉത്സവങ്ങൾ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്നതാണ് ഹരിപ്പാടും തിരുനക്കരയും. അപ്പോൾ ഒന്നിലധികം ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഹരിപ്പാട്. അത് ഏതൊക്കെ സമയമാണ്? ചിങ്ങം, ധനു, മേടമാണ്. തിരുനക്കര ക്ഷേത്രത്തില് തുലാം, മീനം, മിഥുന മാസത്തിലാണ് തിരുനക്കര ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ നടക്കുന്നത്. അപ്പം ഒരാണ്ടിൽ ഒരു വർഷത്തിൽ ഒന്നിലധികം ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഹരിപ്പാടും തിരുനക്കരയുമാണ്. ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അതിൽ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ഷേത്ര സങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? തന്ത്രശാസ്ത്രത്തെയാണ്. ക്ഷേത്ര സങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയും ആണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? തന്ത്രശാസ്ത്രത്തെയാണ്. ക്ഷേത്രത്തിലെ ഗോപുരം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പാദമാണ് കേട്ടോ. നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുത്തിൽ പറഞ്ഞാണ് മനുഷ്യ ശരീരത്തിലെ പാദവുമായിട്ടാണ് ഗോപുരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ പാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷേത്രത്തിലെ ഗോപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ്? നാഡികൾ. അപ്പൊ യാഗശാല നാഡികൾ എന്നോർത്തിരിക്കുക. യാഗശാല നാഡികൾ. ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യത്തിലെ എന്തിനോട് സാമ്യമാകുന്നു? പഞ്ചേന്ദ്രിയങ്ങളോട്. അപ്പൊ ദീപങ്ങൾ എന്തായിട്ടാണ്? പഞ്ചേന്ദ്രിയങ്ങളോടാണ് സാമ്യപ്പെട്ട് കിടക്കുന്നത്. ദീപങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളോടാണ് സാമ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ ഏതൊക്കെയാണ്? ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ. ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ. ചതുരം, വൃത്തം, അർദ്ധവൃത്തം. ഇവയാണ് ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ. ചതുരം, വൃത്തം, അർദ്ധവൃത്തം എന്നിവയാണ് എന്തേ 3 ആകൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ചതുരമുണ്ടാവാം, വൃത്തമുണ്ടാകാം, അർദ്ധവൃത്തമുണ്ടാകാം. എവിടെയും ശ്രീകോവിലുകൾക്ക്. ശ്രീകോവിലുകളുടെ ആകൃതികൾ എന്തൊക്കെയാണ്? ചതുരം, വൃത്തം, അർദ്ധവൃത്തം. ഒന്നുകൂടി നോക്കാം. യാഗശാല നാഡികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദീപങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 ആകൃതികൾ ഏതൊക്കെയാണ്? ചതുരം, വൃത്തം, അർദ്ധവൃത്തം എന്നിവയാണ്. ഉയരവിസ്താരങ്ങളുടെ ആനുപാതത്തിൽ
വർഗീകരിച്ചിരിക്കുന്ന ശ്രീകോവിലുകൾക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാം? ഉയര വിസ്താരങ്ങളുടെ അനുപാതത്തിൽ എന്താണ് വർഗീകരിച്ചിരിക്കുന്ന ശ്രീകോവിലുകൾക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ശാന്തികം, പൗഷ്ടികം, ജയതം, അത്ഭുതം, സർവകാമികം. അപ്പൊ എന്തൊക്കെയാണ് ഉയര വിസ്താരങ്ങളുടെ അനുപാതത്തിൽ വർഗീകരിച്ചിരിക്കുന്ന ശ്രീകോവിലുകൾക്ക് പറയുന്ന പേരെന്തൊക്കെയെന്ന് ചോദിച്ചാൽ ശാന്തികം, പൗഷ്ടികം, ജയതം, അത്ഭുതം, സാർവകാമികമാണ്. അടുത്ത ക്ഷേത്രത്തിൽ 4 ദിക്കുകളിലും ഗോപുരമുള്ളതിന് പറയുന്ന പേരാണ് സ്വസ്തികം. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വസ്തികം. പല പ്രാവശ്യങ്ങൾ നമ്മൾ കേട്ടുള്ള ഭാഗമാണ് സ്വസ്തികം. എന്താണ് സ്വസ്തികം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് 4 ദിക്കുകളിലും ഗോപുരമുള്ളതിന് പറയുന്ന പേരാണ് സ്വസ്തികം എന്ന് പറയുന്നത്. 4 ദിക്കുകളിലും 4 വശങ്ങളിലും ഗോപുരങ്ങൾ ഉള്ളതിനെ എന്ത് വിളിക്കുന്നു? സ്വസ്തികം എന്ന് പറയുന്നു. 4 ദിക്കുകളിലും അല്ലെങ്കിൽ 4 വശങ്ങളിലും ഗോപുരമുള്ളതിനെയാണ് സ്വസ്തികം എന്ന് പറയുന്നത്. അടുത്ത ക്ഷേത്രത്തിലെ ഉത്തരത്തിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് ഖണ്ഡോത്തരം. ഇമ്പോർട്ടൻ്റ് ആണ്. ഖണ്ഡോത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തിലെ ഉത്തരത്തിൽ ഉത്തമമായ ഉത്തരത്തിന്, ഉത്തരം അറിയാമല്ലോ, മുകളിൽ വയ്ക്കുന്ന ആ തടിയുടെ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ഉത്തരം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ ഉത്തരത്തിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? ഖണ്ഡോത്തരം എന്ന് പറയുന്നു. ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? ഖണ്ഡോത്തരം. നോക്കാം. ഉയരവിസ്താരങ്ങളുടെ അനുപാതത്തിൽ ശ്രീകോവിലുകൾക്ക് പറയുന്ന പേരെന്തൊക്കെയാണെന്ന് നോക്കുകയും ശാന്തികം, പൗഷ്ടികം, ജയതം, അത്ഭുതം, സർവകാമികം. ക്ഷേത്രത്തിൽ 4 ദിക്കുകളിലും ഗോപുരമുള്ളതിന് പറയുന്ന പേരെന്താണ്? സ്വസ്തികം എന്ന് പറയുന്നു. ക്ഷേത്രത്തിലെ ഉത്തരത്തിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? ഖണ്ഡോത്തരം എന്ന് പറയുന്നു. ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? ഖണ്ഡോത്തരം. ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് പത്രോത്തരം. പത്രോത്തരം എന്താണ്? മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് പത്രോത്തരം. ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഖണ്ഡോത്തരം. ഉത്തരത്തിൽ ഉത്തമമായ ഉത്തരത്തിന് എല്ലാം നല്ലതാണ്, ഞാൻ വേണ്ടിയിട്ടാണ്, ക്ഷേത്രം എല്ലാം നല്ലതിനാണല്ലോ അപ്പൊ ഓരോ ഭാഗവും പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഉത്തമമായ ഉത്തരത്തിന്, ഉത്തരങ്ങൾ വെക്കുമ്പോൾ ഉത്തമമായ ഉത്തരത്തിന് എന്ത് വിളിക്കുന്നു? ഖണ്ഡോത്തരം എന്നും. പിന്നെ എന്താണ്? മധ്യമമായ ഉത്തരത്തിന് പറയുന്ന മധ്യമമായ ഉത്തരത്തിന് പത്രോത്തരം എന്നും. ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് രൂപോത്തരം എന്ന് പറയുന്നത്. അധമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? രൂപോത്തരം. ക്ഷേത്രത്തിൽ 1ാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമാണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിൽ 1ാമത്തെ പ്രദക്ഷിണം, ഒരു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു പ്രദക്ഷിണം, 1ാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഉണ്ടാകുന്ന ഗുണമാണ് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു. അപ്പൊ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നതിന് എത്ര പ്രദക്ഷിണം വെക്കണം എന്ന് വെച്ചാൽ ഒരു പ്രദക്ഷിണം. 1ാമത്തെ പ്രദക്ഷിണം കൊണ്ട് അർത്ഥമാക്കുന്നതാണ് ബ്രഹ്മഹത്യാദി പ്രദക്ഷിണം എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം ഒന്നും കൂടി. ഉയരവിസ്താരങ്ങളുടെ അനുപാതത്തിൽ വർഗീകരിച്ച ശ്രീകോവിലുകൾക്ക് പറയുന്ന പേരാണ് ശാന്തികം, പൗഷ്ടികം, ജയതം, അത്ഭുതം, സാർവകാമികം എന്ന് പറഞ്ഞു. 4 ദിക്കുകളും ഗോപുരമുള്ളതിനെ സ്വസ്തികം എന്ന് പറയുന്നു. ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് ഖണ്ഡോത്തരം എന്ന് പറയുന്നത്. മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേരാണ് പത്രോത്തരം. ഉത്തരങ്ങൾ അധമമായ ഉത്തരത്തിന് രൂപോത്തരം. അപ്പം മധ്യമമായ ഉത്തരത്തിന് പത്രോത്തരമെന്നും അധമമായ ഉത്തരത്തിന് എന്ത് വിളിക്കുന്നു? രൂപോത്തരം എന്നും പറയുന്നു. ക്ഷേത്രത്തിൽ 1ാമത്തെ പ്രദക്ഷിണം വെക്കുന്നത് എന്തിനാണ്? ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നതിനാണ് 1ാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ 2ാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമാണ് ദേവരെ ആരാധിക്കാൻ അധികാരി ആകുന്നു. ക്ഷേത്രത്തിൽ തന്നെ വെച്ച് ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്ന പ്രദക്ഷിണമാണ് 2ാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, 2ാമത്തെ പ്രദക്ഷിണമാണ് ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു ക്ഷേത്രത്തിൽ വെച്ച്. അതിനെയാണ് 2ാമത്തെ പ്രദക്ഷിണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3ാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമാണ് ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു. ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നതിന് 3ാമത്തെ പ്രദക്ഷിണമാണ്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ 3 പ്രദക്ഷിണമാണ് വെക്കാറുള്ളത്. അപ്പൊ 3ാമത്തെ പ്രദക്ഷിണങ്ങൾ എന്തിനാണ്? ഓരോ ദേവന്മാർക്കും ഓരോ പ്രദക്ഷിണങ്ങളാണ് കേട്ടോ. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും ചെന്ന് 3 പ്രദക്ഷിണം വെച്ച് നമ്മൾ നിർത്താറുണ്ട്. ഓരോ ദേവന്മാർക്കും ഓരോ പ്രദക്ഷിണം വരെ ഓരോ സംഖ്യകൾക്കനുസരിച്ചാണ് പ്രദക്ഷിണം വെക്കുന്നത്. നമുക്ക് അത് പുറകെ പഠിക്കാം. നമ്മളിവിടെ പറഞ്ഞു വന്നത് 1, 2, 3. 3ാമത്തെ പ്രദക്ഷിണത്തിൽ എന്താണ്? ഭോഗസുഖങ്ങൾ ലഭിച്ച്
സിദ്ധി നേടുന്നു. രണ്ടാമത്തത് എന്തായിരുന്നു? ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു. പിന്നെ ആദ്യത്തേത് എന്താണ്? ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു. അപ്പൊ ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുന്നു. രണ്ടാമത്തത് എന്തായിരുന്നു? ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു. മൂന്നാമത്തെ എന്താണ്? ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു എന്നുള്ളതാണ്. ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഐഹോള. ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഐഹോളെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പം ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഐഹോളെ ക്ഷേത്രത്തിന് ഇനി ക്ഷേത്രങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞത് ഓർക്കുക. ഐഹോളെ ക്ഷേത്രത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചാൽ കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഐഹോളെ. നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് പോയിന്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിക്കാം.